ഓപ്പറേഷൻ സിന്ദൂറിനെ കുറിച്ചുള്ള ചർച്ചയ്ക്ക് ഇന്ന് പാർലമെന്റിൽ തുടക്കം. പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് ആണ് ചർച്ച നയിക്കുക. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ചർച്ചയിൽ ഇടപെട്ട് സംസാരിച്ചേക്കും. അതേസമയം കോൺഗ്രസ് നിരയിൽ നിന്ന് ശശി തരൂർ സംസാരിച്ചേക്കില്ല. തരൂരിന് അത്തരമൊരു നിർദ്ദേശം ഇതുവരെ പാർട്ടി നൽകിയിട്ടില്ലെന്നാണ് വിവരം. ആർ രാഗേഷ് ചേർന്നു കൂടുതൽ വിവരങ്ങളുമായി. രാഗേഷ്, പ്രധാനപ്പെട്ട രണ്ട് കാര്യങ്ങളാണ്. അതിലൊന്ന്, എന്തായാലും ഓപ്പറേഷൻ സിന്ദൂറിന്റെ വിജയം അത് അക്കമിട്ട് നിരത്തിയിട്ടായിരിക്കും ഭരണപക്ഷം ഇന്ന് ചർച്ചയിൽ സംസാരിക്കുന്ന കാര്യത്തിൽ സംശയമില്ല. അതേസമയം താൻ ഉപരാഷ്ട്രപതി സ്ഥാനത്തേക്ക് മത്സരിക്കില്ല, ബിജെപിയിൽ അംഗത്വം എടുത്തുകൊണ്ടുള്ള ഒരു പദവിയും തനിക്ക് വേണ്ടെന്ന നിലപാട് വ്യക്തമാക്കി കഴിഞ്ഞു ശശി തരൂർ. പക്ഷെ അപ്പോൾ പോലും അദ്ദേഹം കോൺഗ്രസ് നിരയിൽ നിന്ന് സംസാരിക്കുമോ എന്ന കാര്യത്തിൽ ഇതുവരെ ഒരു തീരുമാനമായിട്ടില്ല അല്ലെ? ഹലോ ആർ രാഗേഷ് ചേരുന്നു വിവരങ്ങളുമായി. രാഗേഷ്, എന്തായാലും ഭരണപക്ഷം ഈ വിജയം, ഓപ്പറേഷൻ സിന്ദൂറിന്റെ വിജയം അത് അക്കമിട്ട് നിരത്തിക്കൊണ്ട് തന്നെയായിരിക്കും ഇന്ന് സംസാരിക്കുക എന്ന കാര്യത്തിൽ സംശയമില്ല. അതേസമയം തന്നെ അഭ്യൂഹങ്ങൾക്ക് വിരാമമിട്ട് കഴിഞ്ഞു ശശി തരൂർ. നേരത്തെ തന്നെ രാഷ്ട്രപതി സ്ഥാനത്തേക്ക് താൻ മത്സരിക്കില്ല, ബിജെപിയിൽ അംഗത്വം എടുത്തുകൊണ്ടുള്ള ഒരു പദവിയും തനിക്ക് വേണ്ടെന്ന് വെച്ചു കഴിഞ്ഞു ശശി തരൂർ. പക്ഷെ അപ്പോൾ പോലും അദ്ദേഹം കോൺഗ്രസ് നിരയിൽ നിന്ന്, പ്രതിപക്ഷ നിരയിൽ നിന്ന് സംസാരിക്കുമോ എന്ന കാര്യത്തിൽ ഒരു തീരുമാനമായിട്ടില്ല എന്ന് മനസ്സിലാക്കുന്നു അല്ലേ? ഭവ്യ, ചർച്ചയ്ക്ക് ഇന്ന് തുടക്കമാവുകയാണ്. കാരണം പ്രതിപക്ഷം നേരത്തെ തന്നെ ഉന്നയിക്കുന്ന ആവശ്യമാണ് ഓപ്പറേഷൻ സിന്ദൂരിലും ഒപ്പം തന്നെ പഹൽഗാമിലെ സുരക്ഷാ വീഴ്ചയിലും ചർച്ച വേണമെന്നത്. പ്രത്യേക സമ്മേളനം ഇതിനായി വിളിക്കണമെന്നായിരുന്നു പ്രതിപക്ഷത്തിൻ്റെ ആവശ്യം. പക്ഷേ ഈ ആവശ്യം സർക്കാർ അംഗീകരിച്ചിരുന്നില്ല. ഏതായാലും ഇപ്പോൾ വർഷകാല സമ്മേളനത്തിൻ്റെ രണ്ടാമത്തെ ആഴ്ച ഇന്ന് തുടങ്ങുകയാണ്. ആദ്യ ആഴ്ച പല വിഷയങ്ങളിൽ ബഹളത്തെ തുടർന്ന് തടസ്സപ്പെട്ടിരുന്നു. ഇന്ന് ഏതായാലും ചർച്ചയ്ക്ക് തുടക്കമിടുകയാണ്. 16 മണിക്കൂർ ചർച്ചയാണ് നിശ്ചയിച്ചിരിക്കുന്നത്. ലോക്സഭയിൽ പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് തന്നെയാണ് ചർച്ചയ്ക്ക് തുടക്കമിടുക. ഏതായാലും ഭവ്യ ചോദിച്ചതുപോലെ ശശി തരൂർ ഈ ചർച്ചയിൽ പങ്കെടുക്കില്ല എന്നാണ് ഇപ്പോൾ നിലവിൽ ലഭ്യമാകുന്ന വിവരം. അതായത് ഗൗരവ് ഗൊഗോയ് ആയിരിക്കും ഈ ചർച്ചയ്ക്ക് തുടക്കമിടുക എന്നുകൂടി ഇപ്പോൾ കോൺഗ്രസ് വ്യക്തമാക്കുകയും ചെയ്യുന്നുണ്ട്. അതായത് കോൺഗ്രസിൻ്റെ ഡെപ്യൂട്ടി ലീഡറാണ് ഗൗരവ് ഗൊഗോയ്. ഗൗരവ് ഗൊഗോയ് ആയിരിക്കും ഈ കോൺഗ്രസിൽ നിന്ന് ചർച്ചയിൽ പങ്കെടുത്തുകൊണ്ട് തുടക്കമിടുക. ഏതാണ്ട് 2.5 മണിക്കൂർ സമയമാണ്, 16 മണിക്കൂറിൽ 2.5 മണിക്കൂർ സമയമാണ് കോൺഗ്രസ് നിശ്ചയിച്ചിരിക്കുന്നത്. അതിൽ ഗൗരവ് ഗൊഗോയ് ചർച്ചയിൽ പങ്കെടുത്ത് സംസാരിക്കും. നേരത്തെ ഈ ദൗത്യ സംഘത്തിൻ്റെ ഭാഗമായ ശശി തരൂർ ഏതായാലും ചർച്ചയുടെ ഭാഗമാകില്ല എന്നാണ് ഇപ്പോൾ ലഭിച്ചിരിക്കുന്ന വിവരം. ഏതായാലും നേരത്തെ തന്നെ ഈ വിഷയത്തിൽ കോൺഗ്രസും ഒപ്പം തന്നെ ശശി തരൂരും തമ്മിൽ അനൈക്യം നിലനിൽക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ഈ ദൗത്യ സംഘത്തിലേക്കുള്ള ശശി തരൂരിൻ്റെ തെരഞ്ഞെടുപ്പ് മുതൽ നോക്കുകയാണെങ്കിൽ പല ഘട്ടങ്ങളിലായി പിന്നീട് ആ ഭിന്നത വർദ്ധിച്ചു വരുന്നതാണ് കണ്ടത്. ഏതായാലും ശശി തരൂർ കോൺഗ്രസിൻ്റെ ഭാഗമായി ഇപ്പോൾ സംസാരിക്കുന്നില്ല ഈ ചർച്ചയിൽ നിന്നാണ് അറിയുന്നത്. ഏതായാലും ആരൊക്കെ സംസാരിക്കും എന്ന കാര്യത്തിൽ ഒരു വ്യക്തത വന്നിട്ടില്ല. ഏതായാലും ശശി തരൂർ സംസാരിക്കില്ല എന്ന് തന്നെയാണ് നമുക്കിപ്പോൾ ഈ ഘട്ടത്തിൽ ലഭിക്കുന്ന വിവരം. ഏതായാലും പ്രതിപക്ഷം ചില ചോദ്യങ്ങൾ സർക്കാരിനോട് പല ഘട്ടങ്ങളിലായി ഉന്നയിച്ചിട്ടുണ്ട്. അതിനൊരു വ്യക്തത തേടിക്കൊണ്ട് തന്നെയായിരിക്കും പ്രതിപക്ഷ നേതാക്കളുടെ പ്രസംഗം. പ്രത്യേകിച്ച് പഹൽഗാമിൽ എന്തുകൊണ്ട് സുരക്ഷാ ഉദ്യോഗസ്ഥരെ വിന്യസിച്ചില്ല, ഇതുവരെ എന്തുകൊണ്ട് ഇത്തരത്തിൽ ഈ ആക്രമണം നടത്തിയവരെ പിടികൂടാൻ കഴിഞ്ഞില്ല തുടങ്ങിയ നിരവധി ചോദ്യങ്ങൾ പ്രതിപക്ഷം ഉന്നയിക്കുന്നുണ്ട്. ഏറ്റവും ഒടുവിൽ പോലും ഡൊണാൾഡ് ട്രംപ്, US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഏറ്റവും ഒടുവിലും താനാണ് ഇത്തരത്തിൽ വെടിനിർത്തലിന് മധ്യസ്ഥ വഹിച്ചെന്ന് അവകാശപ്പെട്ടിരുന്നു. കഴിഞ്ഞ ആഴ്ച രാജ്യസഭയിൽ ഖർഗെ തന്നെ പറഞ്ഞത് 22 തവണ ട്രംപിന്റെ ഭാഗത്ത് ഇത്തരം അവകാശവാദം ഉണ്ടായി എന്നാണ്. പക്ഷേ ഏറ്റവും ഒടുവിൽ ഇന്ന് പോലും അതേ വാദം ഡൊണാൾഡ് ട്രംപ് ആവർത്തിച്ചിരിക്കുകയാണ്. സ്വാഭാവികമായും അക്കാര്യം ഉന്നയിച്ചുകൊണ്ട് സർക്കാരിനെ പ്രതിരോധത്തിലാക്കാൻ തന്നെയായിരിക്കും പ്രതിപക്ഷത്തിന് നീക്കം. എന്നാൽ സർക്കാരാകട്ടെ ഏതായാലും വലിയ നേട്ടമായി തന്നെയാണ് ഇതിനെ വിശദീകരിക്കുന്നത്. കാരണം ഒരു ഘട്ടത്തിൽ പോലും ഓപ്പറേഷൻ സിന്ദൂറിൻ്റെ ഒരു ഘട്ടത്തിൽ പോലും ഇന്ത്യക്ക് തിരിച്ചടി ഉണ്ടായിട്ടില്ല. വ്യക്തമായ ആധിപത്യം ഇന്ത്യക്ക് ഇതിനകത്ത് ഉണ്ടായിരുന്നു എന്ന് തന്നെയാണ് കേന്ദ്ര സർക്കാർ വ്യക്തമാക്കുന്നത്. ആ നിലപാട് തന്നെയായിരിക്കും സർക്കാർ ആവർത്തിച്ച് വ്യക്തമാക്കുകയും ചെയ്യുക. ഏതായാലും പ്രതിപക്ഷം ചൂണ്ടിക്കാണിക്കുന്ന പ്രധാനപ്പെട്ട കാര്യം, പ്രധാനമന്ത്രി ഈ വിഷയത്തിൽ പ്രസ്താവന നടത്തണമെന്നാണ്. പ്രധാനമന്ത്രി ഏതായാലും സഭയിലുണ്ടാകും, ചർച്ചയിൽ പങ്കെടുത്ത് സംസാരിക്കുകയും ചെയ്യും. ഏതായാലും നിലവിൽ ഈ ചർച്ചയ്ക്ക് ശേഷം സർക്കാർ ഒരു പ്രമേയം കൊണ്ടുവരും എന്ന വിവരങ്ങൾ കൂടി ഈ ഘട്ടത്തിൽ ലഭിക്കുന്നുണ്ട്. ഭവ്യ, ശരി, ആർ രാഗേഷാണ് വിവരങ്ങൾ നൽകിയത്.